വയനാട് ഉരുൾപൊട്ടലിൽ വലിയ നഷ്ടങ്ങളാണ് പലർക്കും ഉണ്ടായത്. പക്ഷേ വ്യക്തിപരമായ നഷ്ടങ്ങൾക്കപ്പുറവും ആളുകളെ സേവിക്കാൻ അല്ലെങ്കിൽ കർമ്മനിരതരായി രംഗത്ത് നിൽക്കുന്ന നിരവധി ആളുകളുമുണ്ട്. അത്തരത്തിൽ രണ്ടുപേരാണ് ഇപ്പോൾ നമുക്ക് അടുത്തുള്ളത്. അവരുടെ ബന്ധുക്കൾ അപകടത്തിൽ മരിച്ചു. പക്ഷേ അവർ ആദ്യ ദിനം മുതൽ ഈ താൽക്കാലിക മോർച്ചറിയിൽ സേവനം അനുഷ്ഠിക്കുകയാണ്. ഓരോ മൃതദേഹങ്ങൾ തിരിച്ചറിയാനായി ആളുകൾ എത്തുമ്പോഴും അവർക്കത് കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ അവരുടെ ഉറ്റവരുടെ ബന്ധുക്കളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല ഇതുവരെ അല്ലേ? ഇപ്പം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അവരിതുവരെ കണ്ടെത്തിയിട്ടില്ല. വീട് എവിടെയാണ്? ചൂരൽമല ഭാഗത്താണ്. അപ്പൊ ഞങ്ങള് ഈ ഫസ്റ്റ് പുത്തുമല പൊട്ട് ഉണ്ടായ സമയം മുതൽ ഞങ്ങള് തറവാട്ടിലായിരുന്നു. അന്ന് മുതൽ ചെറിയ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉമ്മ പറഞ്ഞു നമുക്ക് മാറി താമസിക്കാൻ പറഞ്ഞിട്ട് മാറി താമസിച്ചു. പക്ഷെ എന്റെ ഉപ്പാന്റെ ഉമ്മയും അവരെല്ലാം അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പൊ അവര് അതിന്റെ ബാക്കിൽ പഴയ ഒരു തറവാട് വീടായിരുന്നു. അതിന്റെ ബാക്കിലുള്ള വീട്ടിലായിരുന്നു അവർ താമസിച്ചത്, ഈ ഭാഗത്തു നിന്ന് മാറിയിട്ട്. അപ്പൊ ഈ പഴയ വീടും കാര്യങ്ങളൊക്കെ പോയി, തറവാട് വീടിന്റെ അടിഭാഗം പോയി. അവര് മേലെയായിരുന്നു. രാവിലെ ഫസ്റ്റ് അവരെയാണ് രക്ഷിക്കുന്നത്. പിന്നെ നമ്മളെ കൂടെ എന്റെ കൂടെ എന്ന് പറഞ്ഞാല് സുഹൃത്ത് മാത്രമല്ല, എന്റെ ഒരു ഏട്ടന്റെ സ്ഥാനത്തുള്ള ഒരു 7 പേരുണ്ട്. കുട്ടികള്, ഉപ്പ, ഉമ്മ, അവന്, അവന്റെ വൈഫ്, എല്ലാരും. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല. എന്താ വെച്ചാൽ എനിക്കത് കാണാനുള്ളൊരു ത്രാണില്ല. എന്താ വെച്ചാൽ എന്റെ നാട്ടിൽ നടന്നതുകൊണ്ട് ഈ മനസ്സും കല്ലൊക്കെ ഫുള്ളും മരവിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അവിടെ നിന്ന് ഫസ്റ്റ് ബോഡി കൊണ്ടുവന്ന മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അന്ന് ഫസ്റ്റ് കൊണ്ടുവന്ന ബോഡിയാണ് ഇന്നലെ സംസ്കരിച്ചത്. ഇത് ഇന്നലെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ സമയം വരെ നമ്മൾ അവിടെ നിന്ന് വന്ന മുതൽ ഇവിടെ ഉണ്ട്, ഞങ്ങളുണ്ട്. അവരെല്ലാവരും ഇവിടെ ഉള്ളതാണ്. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് രാവും ഊണില്ല, ഉറക്കമില്ല. ചില സമയത്ത് ഭക്ഷണം ഉണ്ടാവും, ചില ഉറക്കം തന്നെയല്ല. ഇത്രയും സമയം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. വരുമ്പോ നിങ്ങൾ നോക്കില്ല, നിങ്ങളുടെ ആളുകളുടെയും കൂടെ ഉണ്ടോ? ഞങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് നോക്കലാണ് ഞങ്ങളെ ഡ്യൂട്ടി. ഞങ്ങൾക്ക് പുറത്തേക്ക് അലൗഡില്ല, ഞങ്ങൾ ഉള്ളിലാണ്. ഞങ്ങളെല്ലാ ഞങ്ങൾ സ്പ്രേ അടിച്ചിട്ട് വരെ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയങ്ങളുണ്ട്. എന്താ വെച്ചാൽ നമ്മൾക്ക് PP കിറ്റ് ഞങ്ങൾ ഇന്നാണ് ഊരുന്നത്. ചൊവ്വാഴ്ച മുതൽ ഞങ്ങൾ PP കിറ്റിലാണ് നിൽക്കുന്നത്. ഇന്നാണ് ഞങ്ങൾ ഈ ഡ്രസ്സിൽ നിൽക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ എന്റെ നാട്ടുകാർ പറഞ്ഞാൽ എനിക്ക് അവിടെ വേണ്ടപ്പെട്ടവരാണ് എല്ലാവരും. ഞങ്ങൾക്ക് അവരെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് അവരെ കിട്ടാന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് എന്ത് കഷ്ടപ്പാട് വിട്ടിട്ടാണ് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ചേച്ചിയുടെ പേരെന്താ? ചേച്ചിയുടെ ആരൊക്കെയാണ്? ഞാൻ മുണ്ടക്കയിലാണ് താമസിച്ചിരുന്നത്. എന്നെ കല്യാണം കഴിച്ചത് മേപ്പാടിക്കാണ്. ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ പ്രളയത്തിന്റെ മുന്നേ വീട് വിറ്റിട്ട് പോയത്. അമ്മോനാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ എന്റെ ഉമ്മാന്റെ ഏട്ടത്തിന്റെ മക്കള്, വേറെ ഒരാങ്ങളെയും പെണ്ണുങ്ങളും കുട്ടികളും, ഫാമിലി മൊത്തം പുഞ്ചിരിമട്ടത്തുണ്ട്. പുളക്കാട് ആ പൊട്ടിയ അവിടെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും വീടും കാര്യവും ഒന്നുമില്ല. ഏട്ടത്തിന്റെ മോള് പാടിയിലായിരുന്നു താമസിച്ച. ആ പാടിയാണ് പോയത്. ഏട്ടത്തിന്റെ 2 കുട്ടികൾ നഷ്ടപ്പെട്ട് 14 വയസ്സും 12 വയസ്സായ മക്കളാണ്, ഒരാണൊരു പെണ്ണും. പിന്നെ അളിയനും താത്തി ഇവിടെ വിംസ് ഹോസ്പിറ്റലിലുണ്ട്. കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു വിഷമല്ലേ? ആളുകൾ വരുന്നു പോകുന്നു. വിഷമമുണ്ട് പറഞ്ഞാല് ഞാന് സഹിച്ചു നിൽക്കാൻ പാലിയേറ്റീവിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്തും താങ്ങാനുള്ള ആൾക്കാരല്ല അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഞാനങ്ങോട്ട് പോയി നിൽക്കും. പിന്നെ കഴിഞ്ഞ ഞാൻ പുറത്തു പോയിട്ട് കുറച്ച് കരയുമ്പോ സങ്കടം തീരും. പിന്നെ പിടിച്ചു നിൽക്കുകയാണ് ഇവിടെ. അടുത്തുള്ള സ്വന്തം അടുത്തല്ല മുമ്പ് ഒരാളുടെ തിരിച്ചറിഞ്ഞല്ലേ? അങ്ങനെയൊക്കെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടല്ലേ? പറയാൻ പറ്റണ. തിരിച്ചറിഞ്ഞത് അവരെ കാല് കണ്ടിട്ട് ഓല് തൊട്ടടുത്ത് താത്ത ചോദിച്ചു. അപ്പൊ പറഞ്ഞു. പിന്നെ മൂസിനാത്താന് ശരിക്കും അപ്പൊ തന്നെ മനസ്സിലായി. അച്ചുമോനെ പെട്ടെന്ന് മനസ്സിലായി. ചേച്ചിന്റെ മോനെ അത് പെട്ടെന്ന് മനസ്സിലായി. എത്ര വയസ്സുള്ള കുട്ടിയായിരുന്നു? 19 വയസ്സായ മോന്. ഇനി പെങ്ങളെ കിട്ടാണ്ട്, ചേച്ചിന്റെയും ഭർത്താവിനെയും കിട്ടാണ്ട്. പിന്നെ ഒരുപാട് പേര് എന്റെ നാട്ടിലത്തെ ഒരുപാട് പേരെ ഇനിയും കിട്ടാനാണ്. വരുമ്പോ നോക്കുമായിരിക്കുമല്ലോ, നമുക്കറിയാവുന്ന ആളുകളാണ്. അറിയുണ്ട്. ഇന്നലെ എന്റെ തൊട്ട അയൽവാസി റസാഖാക്ക അറിയും. അവരെ ഭാര്യ, ഉമ്മ, ഏട്ടത്തിന്റെ മക്കള്, അളിയന്, പിന്നെ വേറൊരു പെങ്ങള് എല്ലാരും പോയി. ആ മോളെ കല്യാണമാണ് അടുത്ത മാസം. അവരൊക്കെ നഷ്ടപ്പെട്ടു. എന്നിട്ട് എന്നോട് അവര് ചോദിച്ച് മമിച്ചാലെ കാലുപോലെ ഉണ്ടല്ലോന്ന്. അവർക്കൊരു വല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ സഹിച്ചു നിൽക്കുകയാണ്. ഏറ്റവും നന്നായി അറിയാവുന്ന ആളുകളാണ്. ഞാൻ ജനിച്ചു വളരണല്ലേ. എനിക്ക് 35 വയസ്സായി. എന്റെ നാടാണ്. കെട്ടിച്ചു പറഞ്ഞിട്ട് നമ്മളെ നാടിനോട് ഇത് പറയില്ലല്ലോ. അതന്നെ. ഇപ്പോ ഞാന് മലപ്പുറം ഉത്തരത്താണി ചുങ്കം തന്നെ വൈഗാർഡിന്റെ ഒരു മെമ്പറാണ്. എന്റെ പേര് ഫാസി ചുങ്കം. ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഇവർ മാക്സിമം വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഷാഹിദിനെ പുറത്തോട്ടാക്കാതെ നോക്കുക. കാരണം ഞങ്ങൾ പുറത്ത് പോയിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, കാരണം അവൻ ഈ ചൂരൽ മലയിലുള്ള കാരണം ഓരോ ബോഡി വരുമ്പോൾ അവനക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവന് മാക്സിമം പോകും. ഇപ്പോൾ അവര് എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പുറത്ത് പോവാണ്, അപ്പൊ തന്നെ ഇതിനുള്ളിൽ നിന്ന് വിളി വരും. കാരണം ഫ്രീസറിന്റെ ആണെങ്കിലും എല്ലാ ഓപ്പറേറ്റിംഗ് കാര്യങ്ങളും എല്ലാം ഇവരെല്ലാം സജ്ജീകരണം ഇവർക്ക് കൂടുതൽ അറിയാം.
കൂടുതൽ ബോഡി അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ ഒരു കേസ് അതിൽ കാണാൻ ഇത് ബോഡി നമ്പർ 148 അത് അവരെ ഒരു പാർട്സ് ബോഡി പാർട്സ് ആയ ലെഗിന്റെ ഒരു പീസ് അവർ ഐഡന്റിഫൈ ചെയ്തു. അവര് വന്നപ്പോൾ അവര് ഫോട്ടോ കണ്ടപ്പോൾ അവർ ജസ്റ്റ് അത് നോക്കി അവരെ ഈ ഫോട്ടോ കാണിച്ചപ്പോൾ അതിന്റെ മൂക്കും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിമായി വന്നിരുന്നു. പിന്നെ അതുപോലെ ഈ കമ്മൽ നോക്കിയവർ അവർ പറഞ്ഞു അതന്നെയാണെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓഫീസർമാർ ഇവിടെ ഉണ്ടായിരുന്നു, പോലീസ് ഓഫീസർമാർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ സ്റ്റേഷനിൽ പോയിട്ട് ഐഡന്റിഫൈ അങ്ങനെ അതും ചെയ്യാൻ പറ്റി. പിന്നെ രാത്രി ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും ഇവിടെ ഖബർസ്ഥാനില്ല അവിടെ പോയി അതിന്റെ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ നിന്ന് ഏകദേശം ഇന്നലെ പോയപ്പോൾ ഏകദേശം ഒരു 3:30-4 മണി ടൈം ആയിക്കണം. അപ്പോഴും ഞങ്ങൾ ഇവരെ ഒഴിവാക്കണില്ല, ഇവൻ ഇതിനുള്ളിൽ തന്നെ നിർത്തുകയാണ്. കാരണം ഞങ്ങളെക്കാട്ടും കൂടുതൽ അവനക്കാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, ബോഡികളൊക്കെ വരുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പൊ അവനങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് അവരെ ആളുകളെ വിളിച്ച് അത് കൂടുതൽ സഹായങ്ങളായിട്ടുണ്ട്. എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങളും എല്ലാവരും ഇതിൽ നല്ല പ്രവർത്തിച്ചിട്ട് കാര്യങ്ങളുണ്ട്. അവർക്ക് എല്ലാവർക്കും നമ്മൾ നന്ദിയും പറയാണ്. കാരണം ഇനിയും കുറച്ച് പാർട്സുകൾ ഐഡന്റിഫൈ ചെയ്യാണ്ട് അതിനും വേണ്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ നാളായിട്ട് തിരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. എന്തായാലും അങ്ങേറ്റം സങ്കടകരമായ സാഹചര്യമാണ്. കാരണം തങ്ങളുടെ ഉറ്റവരും ഉടയവരുമൊക്കെ ഈ ദുരന്തത്തിൽ കൊല്ലപ്പെടുക, അവരെ ഇനിയും കാണാമറയത്തുള്ള ആളുകളും ഉണ്ടാവുക, അപ്പോഴും ഇത്തരം ഒരു മോർച്ചറിയുടെ കാവൽക്കാരായി കഴിഞ്ഞ ഒരാഴ്ചയായി നിൽക്കുക എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷേ തങ്ങളുടെ നാട്ടുകാരാണ് ഈ മൃതശരീരങ്ങളായി വരുന്നത് എന്നുകൊണ്ട് തന്നെ അവർ എല്ലാം മനസ്സിൽ അടക്കി ഒതുക്കിയാണ് ഈ മോർച്ചറിയിലെ ചുമതലകൾ നിർവഹിക്കുന്നത്.